ഒരു മുന്തിരിയെക്കുറിച്ചാണ് അടുത്ത വാർത്ത, അടുത്ത വിശേഷം എന്ന് പറഞ്ഞു. ഒരു സാധാരണ മുന്തിരിയല്ല, ഒരു സ്പെഷ്യൽ മുന്തിരിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് കൊല്ലത്തേക്കാണ്, തൊട്ടടുത്ത ജില്ലയാണ്. ഒരു പോലീസുകാരൻ്റെ പേരിലെ കൗതുകം തേടിയാണ് ഈ യാത്ര. കൊല്ലം ഓച്ചിറ പോലീസ് സ്റ്റേഷനും മുന്തിരിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പോലീസ് സ്റ്റേഷനും മുന്തിരിയും തമ്മിലുള്ള ബന്ധം അല്ലേ? അപ്പോൾ അതെന്താണെന്നൊരു സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക്. അപ്പോൾ ആ ബന്ധം തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഇനിയത്തെ യാത്ര. കാണാം. എന്താണ് റൈഡിംഗ് റിപ്പോർട്ടർക്ക് പോലീസ് സ്റ്റേഷനിൽ കാര്യമെന്നല്ലേ? കാര്യമുണ്ട്, ബാ കണ്ടുവരാം. എന്താണ് ഓച്ചിറ പോലീസ് സ്റ്റേഷനും മുന്തിരിയും തമ്മിലുള്ള ബന്ധമെന്നല്ലേ? കാര്യമുണ്ട്. ഓച്ചിറ സ്റ്റേഷന് മാത്രമല്ല, സ്റ്റേഷനിലെ ഓരോ പോലീസുകാർക്കും മുന്തിരിയുമായി ബന്ധമുണ്ട്. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലാണ്. ഒരു ഉദ്യോഗസ്ഥനെ തിരക്കിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. എന്താണ് ആ ഉദ്യോഗസ്ഥൻ്റെ പ്രത്യേകത എന്നല്ലേ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. എത്ര വർഷമായി സർവീസിൽ 32 വർഷം സർവീസ്. ഓച്ചിറ സ്റ്റേഷൻ തന്നെയായിരുന്നു? അല്ല, ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ, പരവൂര്, തിരുവനന്തപുരം, ആലപ്പുഴ. പേര് ചോദിക്കാൻ മറന്നുപോയി. എന്താ സാറിൻ്റെ പേര്? എൻ്റെ പേര് മുന്തിരി സ്വാമിനാഥൻ. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയാണ്. പേരുകൊണ്ട് വ്യത്യസ്തനായ പോലീസുകാരന്റെ ജീവിതകഥ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ മുന്തിരി സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഈ ഒരു വെറൈറ്റി പേര് വേണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇട്ട പേരാണ്. ഈ പേരിട്ടതുകൊണ്ട് പല പരാതിക്കാരും വന്ന് എൻ്റെ പേര് ചോദിക്കാറില്ല, പേടിച്ചിട്ടാണ് ചോദിക്കുന്നത്. പലയിടത്തും വന്ന് അടുത്തുള്ളവർ ഇരട്ടപ്പേരാണോ എന്നുള്ള പേര്, ഒറിജിനൽ പേര് ഇരട്ടപ്പേരാണോ എന്നുള്ള പേടി നാട്ടുകാർ. അതുകൊണ്ടാണ് നാട്ടുകാർ പലയിടത്തും അടുത്ത് വന്ന് ചോദിച്ചിട്ടാണ്. എങ്ങനെ ഹിറ്റ്ലർ സിനിമയ്ക്കകത്ത് മാധവൻകുട്ടിക്ക് വരാം, ഹിറ്റ്ലർ മാധവൻകുട്ടി. അതെ 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 അതെ. മകൻ വ്യത്യസ്തനാകാൻ അച്ഛനിട്ടതാണ് ഈ പേര്. പക്ഷേ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായതോടെ പേര് ആൾക്കാർക്ക് കൗതുകമായി. ഞങ്ങളുടെ ഓഫീസർ പോലും എന്നെ പലപ്പോഴും പേര് വിളിക്കാറില്ല. എന്നുവെച്ചാൽ ഇത് ഇരട്ടപ്പേരാണോ എന്നൊരു സംശയത്തിന് പുറത്ത്. ഞങ്ങൾ 4 മക്കളാണ്. അതിൽ മൂത്താളുടെ പേര് ഷാലറ്റ് സ്വാമിനാഥൻ, രണ്ടാമത്തെ ആളുടെ പേര് സോഫിയ സ്വാമിനാഥൻ, മൂന്നാമത്തെ ആളുടെ പേര് ഷമ്മി സ്വാമിനാഥൻ, അവസാനത്തെ ഞാൻ മുന്തിരി സ്വാമിനാഥൻ. ബാക്കിയുള്ള ഈ ഷാലറ്റ്, ഷമ്മി, ഇതെങ്ങനെ മുന്തിരി സ്വാമിനാഥൻ? അതാണ് അച്ഛൻ പറയുന്നത് വെറൈറ്റി പേര് വേണം. പണി തന്നെയാണ് അച്ഛൻ പണി ആണെന്ന് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമുണ്ട്. എല്ലാവരും ഓർത്തിരിക്കും. ഒരു പ്രാവശ്യം കേട്ടാൽ പലരും ഒരൊറ്റ പ്രാവശ്യം ഇത് മതി. മുന്തിരി എന്നത് ഇരട്ടപ്പേരോ എന്ന സംശയം സ്റ്റേഷനിലെത്തുന്ന എല്ലാവർക്കുമുണ്ട്. മുന്തിരി സ്വാമിനാഥൻ മധുരമുള്ള മുന്തിരി പോലെയെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. പേര് പോലെ തന്നെ വളരെ മധുരകരമായിട്ടുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെത്. മുന്തിരി സ്വാമിനാഥൻ എന്നുള്ള പേര് കേട്ടപ്പോൾ ഒരു സംശയമായിരുന്നു, ഇങ്ങനെ ഒരു പേരുണ്ടോ എന്നുള്ളത്. പിന്നീട് അത് വട്ടപ്പേരാണോ എന്നുള്ള സംശയം. അത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മുന്തിരി സ്വാമിനാഥൻ എന്നുള്ളതാണെന്ന്. വളരെ നല്ല മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സ്റ്റേഷനിലെത്തുന്നവർക്ക് മുന്തിരി സാറെന്ന് കേൾക്കുമ്പോൾ കൗതുകവും ആശങ്കയുമാണ്. പേര് ഒറിജിനലോ അതോ വട്ടപ്പേരോ എന്ന്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം ആർ അരുൺ രാജ്, 24 കൊല്ലം.